ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷംന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫ്രീ ബേർഡ് ദി ഹാർട്ട് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റിവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ് ഇത്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബോക്സാണ്. ബിഗിനേഴ്സിന് എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ കാരണങ്ങൾ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ വീണ്ടും വീഡിയോ ഇടുന്നതിൽ ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ബാക്ക് ടു ഹോം എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതിന് തന്നെ എല്ലാം ഞാൻ എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഓരോന്നും എടുത്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അതിൽ അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്. നമ്മളൊരു ബിഗിനറിന് തുടക്കത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഈ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല, ഒക്കെ ഇതിൽ സെറ്റഡ് ആണ്. ആദ്യം തന്നെ ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയാം. പാക്കേജിങ് 10 ഔട്ട് ഓഫ് 10 ആണ്. കാരണം ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എങ്ങനെ എത്ര വൃത്തിയായിട്ട് സെറ്റ് ചെയ്യാം അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കലം അനങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലാസ്റ്റിക് കവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോന്നും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കലത്തിൻ്റെ അടിയിലായിട്ടൊരു സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇങ്ക് ബോട്ടിൽസൊക്കെ എന്താ പറയുക, ഒരു സിപ്പ് ബാഗിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കേട്ടോ. ഞാൻ ഓരോ പ്രൊഡക്റ്റായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് എടുത്തിട്ടുള്ളത് മാറ്റാണ്. നമ്മുടെ ഈ മാറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പലർക്കും ഡൗട്ട് ഉണ്ട്. നമ്മൾ ഗ്ലോസി ഷീറ്റ് എഴുതുമ്പോൾ നമ്മുടെ മേശയുടെ മുകളിൽ വെച്ച് എഴുതുമ്പോൾ ഗ്ലോസി ഷീറ്റ് സ്കിപ്പായി പോകാൻ, അതായത് അങ്ങനെ ഉരസി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് എഴുതുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും. പിന്നെ ഞാൻ കാണിച്ചു തന്നത് എനിക്ക് ആദ്യം കിട്ടിയ ബോക്സിലുണ്ടായിരുന്ന മാറ്റായിരുന്നു. അതിൻ്റെ മുകളിൽ പ്രിൻ്റ് ഉണ്ട്, ഇതിൻ്റെ മുകളിൽ പ്രിൻ്റ് ഇല്ല കേട്ടോ. അപ്പോൾ പ്രിൻ്റ് ഇഷ്ടപ്പെടാത്ത പലരും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവർക്ക് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മൾ റിബൺ വെച്ച് കെട്ടിയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഗ്ലോസി ഷീറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 3 ടൈപ്പിലുള്ള ഗ്ലോസി ഷീറ്റാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ സെറ്റിലും 5 എണ്ണം വെച്ചിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് A4 സൈസിലുള്ള ഗ്ലോസി ഷീറ്റാണ്. ഇത് 5 എണ്ണമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു പേപ്പർ ഫെസ്റ്റ് തന്നെ നടക്കുന്നുണ്ട്. അതിൽ പല ടൈപ്പിലുള്ള പേപ്പേഴ്സ് അവർ മാക്സിമം അഫോർഡബിൾ പ്രൈസിൽ സെല്ല് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സെറ്റ് നമ്മൾ 30 എണ്ണം ഒക്കെ വെച്ച് മേടിക്കാം. അങ്ങനെ ഇഷ്ടമുള്ള നമ്പേഴ്സ് നമുക്ക് മേടിക്കാം. അതിനൊക്കെ ഓരോ പ്രൈസിൽ നമുക്ക് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് വെച്ചെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോക്കാം, അതൊന്ന് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ഒന്ന് നോക്കുക, അതിൽ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവരുടെ പിന്നെ കാറ്റലോഗ്, വാട്സപ്പ് കാറ്റലോഗിൻ്റെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ലിസ്റ്റിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലും കൂടി നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് കാണിക്കുന്നത് അവരുടെ തന്നെ വേറെ ടൈപ്പ് പേപ്പേഴ്സാണ്. അപ്പോൾ അവരുടെ പേപ്പർ ഫെസ്റ്റിൽ കുറേ ടൈപ്പ് പേപ്പേഴ്സ് ഉണ്ട്. A4, A5, A2, A3 അങ്ങനെ ഡിഫറെൻറ്റ് സൈസിലുള്ള പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 30 പാറ്റേൺസ് വരുന്ന പേപ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് ഒരു 30 പാറ്റേൺ വരുന്ന പേപ്പറാണ്. ഇത് 5 ടൈപ്പ്, അതായത് 5 എണ്ണം ഉണ്ട് ഒരു മോഡലിൽ കേട്ടോ. നമുക്ക് ആദ്യം ഒരു ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ റിവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ ആ റിവ്യൂ കാണുക. അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു പെട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്നത് 2 ടൈപ്പിലുള്ള 30 പാറ്റേൺസ് ഉണ്ടായിരുന്നു. ഇതിൽ ഒരു ടൈപ്പിലുള്ള 30 പാറ്റേൺ ഉള്ളൂ. ഇത് 5 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ അടുത്തുള്ളത് ഇതുപോലെ തന്നെ A5 സൈസിലുള്ള ഒരു 5 പേപ്പേഴ്സ്. അത് ഗ്ലോസി ഷീറ്റാണ്. A5നേക്കാളും കുറച്ചും കൂടി വലുപ്പമുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ, കണ്ടിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു സൈസിലുള്ള പേപ്പേഴ്സാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഇതിൽ തന്നെ ഉള്ള അവരുടെ ഇങ്കാണ് കാണിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പിലുള്ള ഇങ്ക് ഉണ്ട്. ഒന്ന് ബ്ലാക്ക് ഇങ്കും ഒന്ന് ബ്ലൂ ഇങ്കും ആണ്. അപ്പോൾ ബ്ലാക്ക് ഇങ്കിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട്. ഐ തിങ്ക് ഒരു 30 ml ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്തായാലും ഞാൻ പിക്ചർ കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയാമെന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കാം, ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. അവരുടെ അവൈലബിൾ ആയിട്ടുള്ള കളർ നിങ്ങൾ ചോദിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ വാട്സപ്പ് വഴി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും പർച്ചേസ് ചെയ്യാം. ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡ് വഴിയിട്ടാണ് കേട്ടോ പർച്ചേസ് ചെയ്യേണ്ടത്. പിന്നെ ഈ എൻ്റെയർ സെറ്റിന് വില വരുന്നത് 550 രൂപയാണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ 2 ടൈപ്പിലുള്ള ഇങ്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബ്ലൂ ഇങ്ക് ഏകദേശം 15 ml ക്വാണ്ടിറ്റി ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടില്ല കേട്ടോ. അതൊരു നെഗറ്റീവാണ്. കാരണം അങ്ങനെ അതും കൂടി എഴുതണമായിരുന്നു. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കണ്ട ഏകദേശം മനസ്സിലാവും. കറുപ്പ് ഇങ്കിന് 30 ml ഉണ്ടാവും. പിന്നെ ഇങ്ക് എടുക്കാൻ വേണ്ടി 2 ഡിപ്പർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പൗച്ചാണ് കേട്ടോ.
ഈ പൗച്ചിൽ നമുക്ക് കലംസൊക്കെ ഇട്ടിട്ട് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പൗച്ചിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾക്ക് ഈ പൗച്ചിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഇങ്കും അതുപോലെ തന്നെ കണ്ടെയ്നറും പിന്നെ ആവശ്യത്തിനുള്ള നമുക്ക് 2-3 കലംസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടു നടക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു ഉപയോഗമുണ്ട് ഈ പൗച്ചിന്. അപ്പോൾ ഈ പൗച്ചിൻ്റെ മുകളിലും ഇങ്ങനെ അവരുടെ കമ്പനിയുടെ നെയിം എഴുതിയിട്ടുണ്ട്, ഫ്രീ ബേർഡ് ദി ഹാർട്ട് ഹബ് എഴുതിയിട്ടുണ്ട്. പിന്നെ 2 ചെറിയ കണ്ടെയ്നേഴ്സ് ഉണ്ട്. ആ കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിൽ ലിക്കുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇങ്ക് നമുക്കിതിൽ ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ലിക്കയുണ്ട്. ഇത് ലിക്കയുടെ വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് നോർമലായിട്ട് കിട്ടുന്ന ലിക്കേനും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ശരിക്കുള്ള ലിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൂല് വേർപ്പെടുത്തിയെടുത്തിട്ട് പഞ്ഞ് പോലെയാണ് നമുക്ക് അതുണ്ടാവുക. ഇതങ്ങനെയല്ല, ഇത് നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഇങ്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ 2 കണ്ടെയ്നർ. ഇനി എൻ്റെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ഒരു കണ്ടെയ്നർ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അതായത് നമുക്ക് ആദ്യം കിട്ടിയൊരു കണ്ടെയ്നർ ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു എന്താ പറയുക ഗ്ലാസ് ബോട്ടിലാണ്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. കാണാൻ ഭംഗി ഗ്ലാസ് ബോട്ടിലാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കും. കാരണം ഗ്ലാസ് ബോട്ടിലിൽ ഇങ്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ക് കുറച്ച് ഗ്ലാസ് ബോട്ടിൽ നമ്മൾ വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ അത് കാലക്രമേണയായിട്ട് വലിച്ചെടുക്കുക, അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും വറ്റിച്ചെടുക്കില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഗ്ലാസ് ബോട്ടിലിനേക്കാൾ കുറച്ചും കൂടി നല്ലത് നമ്മുടെ ഇതുപോലത്തെ മറ്റേ പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇങ്ങനത്തെ 5 കലംസാണ്. 5 കലംസ് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു നമ്മുടെ എന്താ പറയുക സ്പോഞ്ച് വെച്ചിട്ടുണ്ട്, കലം ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 5 എടുത്ത് കാണിച്ചു തരാം. 5 മുകളിലും നമ്മൾ അതിൻ്റെ സൈസ് എഴുതിയിട്ടുണ്ട്. അതായത് 2, 4, 6, 8, 10 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിക്കാം, സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. പിന്നെ ഇവരുടെ ബാമ്പു കലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിഫൈൻഡ് ബാമ്പൂസാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റേ സാധാ കലംസും ഇതും വെച്ചിട്ട് സാധാ ബാമ്പു കലം ഇതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ തൊലിപ്പുറത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് റിഫൈൻഡ് ബാമ്പു ആണ്, മറ്റേത് നോർമൽ ബാമ്പു ആണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊനയുടെ അവിടെ കുറച്ച് പൊടിയും കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബാമ്പു പുതിയത് മേടിക്കുമ്പോൾ കലംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈസ് കണ്ടില്ലേ, 2, 4, 6, 8, 10 അങ്ങനെയാണ്. MM-ലാണ് മില്ലിമീറ്ററിലാണ് സൈസ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കലം കിട്ടുക. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി കലംസ് ആണ്. പിന്നെ പൊതുവെ മറ്റ് ചെറിയ കലംസിനെ വെച്ചിട്ട് നോക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി നീളമുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന കലമിനേക്കാളും ലെങ്ത്ത് കുറവാണ് കേട്ടോ. അങ്ങനെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കലംസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ പഴയ കലം ഞാൻ ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായത് നോർമൽ ബാമ്പു കലവും റിഫൈൻഡ് ബാമ്പു കലവും തമ്മിലൊരു ഡിഫറൻസ് കാണിച്ചിരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊലിപ്പുറത്ത് ഒരു കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ കൂടാതെ തന്നെ ഇതിന് കുറച്ചും കൂടി എന്താ പറയുക ഇങ്ക് ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും കേട്ടോ. അതാണ് റിഫൈൻഡ് ബാമ്പു കലത്തിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇവരുടെ തന്നെ സ്പെഷ്യൽ ബാമ്പു കലംസ് ഉണ്ട്, സെലി കലംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ട് വെച്ചെങ്കിൽ അവരുടെ ചാനലൊന്ന് ചെക്ക് ചെയ്യുക. ചാനലല്ല, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ചെക്ക് ചെയ്യുക. പിന്നെ കുറച്ച് ആർട്ട് റിലേറ്റഡ് വീഡിയോസ് അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ ഫ്രീ ബേർഡ് ദി ഹാർട്ട് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അവരുടെ ചാനലും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് അവരുടെ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഓരോന്നായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ എൻ്റയർ സെറ്റിന് 550 രൂപയാണ് വില, 550 കേട്ടോ. 550 രൂപ വില പ്ലസ് 50 രൂപ ഇതിൻ്റെ ഡെലിവറി ചാർജ് വരുന്നത്. ഇവർ 2 ടൈപ്പിലാണ് എനിക്ക് ഇതുവരെ പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുള്ളത്. ഒന്ന് DTDC വഴിയും ഒന്ന് സ്പീഡ് പോസ്റ്റ് വഴിയും. നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് വഴിയാണ്. അപ്പോൾ DTDC ആണ് നിങ്ങൾക്ക് അയക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അവരുടെ എന്താ പറയുക നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ടൗണിലായിരിക്കും പ്രൊഡക്റ്റ് വരിക. അപ്പോൾ പ്രൊഡക്റ്റ് വന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി വാങ്ങേണ്ടതായിട്ട് വരും. കാരണം DTDCക്ക് ഹോം ഡെലിവറി ഇപ്പോൾ കൊറോണ സീസൺ ആയ കാരണം കൊണ്ട് ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ സ്പീഡ് പോസ്റ്റ് ആണെച്ചെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് കൊടുന്നു തരും കേട്ടോ. പോസ്റ്റ്മാൻ വഴി നിങ്ങൾക്ക് വീട്ടിൽ വന്ന് കൊടുന്നു തരും. അപ്പോൾ ഇപ്പോൾ അവർ സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് നമുക്ക് കിട്ടും. ഇനി നിങ്ങളിത് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം. അതിന് മുന്നേ ഞാൻ ഈ ഇങ്കൊക്കെ ഞാൻ ഇതിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിന് ഇങ്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലോസി ഷീറ്റിലാവുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് പേപ്പറിൽ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ.
അപ്പോൾ ഞാൻ ഇങ്ക് അത്യാവശ്യം നന്നായി ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് കളർ കുറവുണ്ടായിരുന്നു, പിന്നെ ഇങ്ക് നന്നായി ഒഴിച്ചപ്പോൾ കളർ കറക്റ്റായിട്ടോ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കാറ്റലോഗിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ പറയാം. അവർക്ക് കുറേ ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ ഓഫർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് വഴി മെത്തേഡ് വഴി നിങ്ങൾ പൈസ കൊടുക്കുക. അത് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ പേടിഎമ്മോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വീട്ടിലെത്തിച്ചേരും കേട്ടോ. പിന്നെ ഇത്രയും കാലം വീഡിയോ ഇടാതെ വന്നത് എൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കല്യാണ തീയതി ഇൻഷാ അല്ലാ മാർച്ച് 7-ാം. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ ഇക്കാടെയും പേരാണ് തൽക്കാലം ഇപ്പോൾ എഴുതിയിട്ടുള്ളത്, റഫ് വർക്കായിട്ട് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.